അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാൻ നിറഞ്ഞ എൻ്റെ ഉസ്താദ്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ചരിത്രത്തിന്റെ ചെപ്പുകളിൽ നിന്നും ത്യാഗത്തിന്റെ ഒരടി നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരു കഥന കഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ വീരസുൽത്താൻ. അതെ, അടർക്കളത്തിലെ വീരസുൽത്താൻ. ബിസ്മിമന്ദം മോദിടാം, സല്ലി സലാത്തു മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാ, കഥന കഥകൾ തുടങ്ങിടാം. ബിസ്മിമന്ദം മോദിടാം, സല്ലി സലാത്തു മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാ, കഥന കഥകൾ തുടങ്ങിടാം. മൈസൂരിൻ തൻ പൂങ്കനി, ഹൈദരലി തൻ തേങ്കനി, അസുലഭ സുമമേ അസ്സലാം. ബിസ്മിമന്ദം മോദിടാം, സല്ലി സലാത്തു മുറത്തിടാം, ചരിത കിസ്സ നിരത്തിടാ, കഥന കഥകൾ തുടങ്ങിടാം. തേരാപാര പോലെ പരന്നു കിടക്കുന്ന മരുമൂൻ പട്ടണമാകെ ശബ്ദപൂരിതമാണ്. ഒരു ഭാഗത്ത് വലിയ കച്ചവടങ്ങൾ പൊട്ടിപ്പൊടിക്കുന്നു, മറുഭാഗത്താകട്ടെ വിവിധ തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ വൻ തിരക്ക്. ഇതിനെല്ലാം ഇടയിൽ അങ്ങിങ്ങായി കിടക്കുന്ന പർവ്വതം. ദേ അങ്ങോട്ട് നോക്കൂ, എന്തോ അവിടെ കാണുന്നുണ്ടല്ലോ. മൈസൂർ കൊട്ടാരമല്ലേ അത്? അവിടെ എന്തോ ഒരു ആഘോഷത്തിന്റെ പ്രതിനിധിയാണല്ലോ. എന്താണത്? ഏറെ പുകളാലെ ഏറ്റം മതിയാലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ടേ, ഏറെ പുകളാലെ ഏറ്റം മതിയാലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ടേ, എരിയും മനസകമിൽ പുളകം ചാർത്തിയിടും ടിപ്പു സുൽത്താനിൽ വരവും കൊണ്ടേ. വന്നല്ലോ വന്നല്ലോ പുണ്യപൂമാൻ വരവായല്ലോ, വന്നല്ലോ വന്നല്ലോ ടിപ്പു സുൽത്താൻ വരവായല്ലോ. ഏറെ പുകളാലെ ഏറ്റം മതിയാലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ടേ, ഏറെ പുകളാലെ ഏറ്റം മതിയാലെ മൈസൂർ നാട്ടിൽ ഉദയം കൊണ്ടേ. അതെ, നമ്മുടെ ഹൈദർ രാജാവിന്റെയും പത്നി ഫാത്തിമ ബീവിയുടെയും പൊന്നോമന പുത്രൻ. ഉറക്കമില്ലാത്ത പ്രാർത്ഥന ഫലമായിരുന്നു ആ കുഞ്ഞുമോൻ. ഹൈദർ ആകട്ടെ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു. ടിപ്പു തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. മതവിദ്യാഭ്യാസവും വിദ്യമുറകളും അനായാസം പഠിച്ചു. കുതിരപ്പന്തയത്തിൽ മികവ് കാണിച്ചു. അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠനം തുടങ്ങുന്ന ഇടയിലാണ് ടിപ്പുവിന്റെ കർണപുടത്തിലേക്ക് ആ വാർത്ത അലയടിച്ചത്. എന്താണ് ആ വാർത്ത? കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ, കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ, അറിയുന്നു പിതാ ഹൈദരലിയുധ പട നയിച്ചിട പിടിച്ചടക്കുവാൻ കോട്ടക്കൊത്തളങ്ങൾ, ഉടനടി അടിവിട കൊടു പടവളയിന് അടരടി പട ജയിച്ചു നിന്നുള്ള ദിനത്തിരി ടിപ്പു ഹൈദരലി പുത്ര തങ്ക തങ്കള സുഹൃത തന്തിര സഗുണനാധീര വിജയമാം ജനത. കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ, കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. അതെ, ഹൈദറിൽ പെട്ടെന്ന് പടോട്ടം നയിച്ചിരിക്കണം. ഇത് കേട്ടതും തുറന്ന പുസ്തകം മടിച്ചു വെച്ച് ടിപ്പു തന്റെ ഉപ്പാന്റെ സന്നിധിയിലേക്ക്. ഉപ്പ, അങ്ങ് പോർക്കളത്തിൽ പോകുമ്പോൾ ഞാനിവിടെ കൊട്ടാരത്തിൽ നിന്ന് സുഖിക്കുകയോ? ഞാനും ഉണ്ട് ഉപ്പ അങ്ങയുടെ കൂടെ. ഇത് കേട്ടതും ആ പിതാവ് നെട്ടി. എന്ത്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ പോർക്കളത്തിൽ ഇറങ്ങാനോ? എങ്കിലും ആ കൊച്ചുമോന്റെ നിർബന്ധത്തിന് മേൽ ഹൈദറിലേക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 7000 സൈന്യവുമായി 17കാരനായ ടിപ്പു മംഗലാപുരം ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ഭരത്തമാർ മംഗലാപുരം കോട്ടയുടെ കുത്തനയിൽ നിന്ന് വാൾപ്പടയോടെ നേരെ ബോംബെയിലേക്ക് കെട്ടിച്ചോ. 1784 മുതലേ മൈസൂരിൽ ഒരു യുദ്ധം പോലും നടന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? യുധിച്ച പൂവേ തൂമംഗം തൂകുന്ന പുണ്യമലരെ, പുതുനാരി സുൽത്താനായി ബീഗം വന്നേ, മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ. താരകങ്ങളാൽ ആയിരങ്ങളിൽ മംഗളങ്ങളോതിടുന്നു പവന നാളിൽ,
താരകങ്ങളാൽ ആയിരങ്ങളിൽ മംഗളങ്ങളോതിടുന്നു പവന നാളിൽ കാനൂത്തിൻ രാവിനായി ഉദിച്ച പൂവേ തൂമംഗം തൂകുന്ന പുണ്യമലരെ പുതുനാരി സുൽത്താനായി ബീഗം വന്നേ മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ. അതെ, കാരണം മറ്റൊന്നുമല്ല, ആ വർഷമായിരുന്നു നമ്മളുടെ ടിപ്പുവിന്റെ വിവാഹം നടന്നത്. ചുവന്നു തൊടുത്ത മുഖം, വാട്ടിയെടുത്ത ശരീരം. അന്ന് നമ്മളുടെ ടിപ്പുവിനെ ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടിപ്പുവിന്റെ ജീവിതത്തിലേക്ക് വധുവായ സുൽത്താന ബീഗം കടന്നു വന്നു. ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനിടയിലാണ് ഇന്നാലില്ലാ ഏവരെയും ദുഃഖത്തിലാർത്തിക്കൊണ്ട് ഹൈദർ അലി ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് ടിപ്പു അധികാരത്തിൽ കയറി. പിന്നീട് ടിപ്പുവിന്റെ അനന്തമായ പടയോട്ടമായിരുന്നു. മൈസൂർ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ബ്രിട്ടന് മൈസൂർ പേടി സ്വപ്നമായി മാറി. ടിപ്പുവിനെ മുട്ടുകുത്തിക്കാൻ ബ്രിട്ടൻ അടവുകൾ 18 വാഴ്ത്തി. യുദ്ധം അസാധ്യമാണെന്നൊടുവിൽ ശത്രുക്കൾ ഒരു വലിയ സൈന്യത്തെ തന്നെ തയ്യാറാക്കി. ആ മാന്ത്രിക ആളുകൾ ടിപ്പുവിന്റെ ഓരോരോ നീക്കങ്ങളും ബ്രിട്ടന് കൈമാറിക്കൊണ്ടേയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശക്തമായ പോരാട്ടത്തിന് അരങ്ങേറി. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇരട്ടക്കോയിൽ വെടിയുണ്ടകൾ നെഞ്ചും ചുമലകളെ തകർത്തുകൊണ്ട് മുന്നേറി. എങ്ങും ആർപ്പുവിളികളും ആർത്തനാദങ്ങൾ, യുദ്ധമുറകൾ അല്ലാതെ ഒന്നും തന്നെ കേൾക്കാനില്ല. വെടിവെച്ചതിന്റെ പ്രത്യാക്രമണം കൊണ്ട് ബ്രിട്ടൻ സൈന്യം ഏകദേശം പിന്മാറാൻ തയ്യാറെങ്കിലും ഒറ്റുകാരനായ മന്ത്രി മീർ മൊയ്തീൻ ഒരുക്കിയ ചതിയിൽ ബ്രിട്ടൻ അകത്തു കടന്നു. ഈ സമയം ഒരു ബ്രിട്ടൻ വന്ന് ടിപ്പുവിന്റെ കാതിൽ എന്തോന്ന് മന്ത്രിച്ചു. പിന്നെ ഒരു സിംഹഗർജനമായിരുന്നു. ഗർജനം. ശത്രുതാണ്ഡവങ്ങളിൽ കോട്ടയും മുഴുകിയെ വൃദ്ധന പറഞ്ഞതിൽ ടിപ്പുവും ഞെട്ടിയെ ധീരനടരാടിടാൻ പടയണെ നയിച്ചിടെ ശത്രു സൈന്യമാകയും പകച്ചതും എന്നിടെ നൊടിയുടെ വെടിയുണ്ട പരച്ചിടുന്നേ ശത്രു തന്തു മുഖങ്ങളിൽ ചിരി വിടരുന്നേ മൈസൂരിൻ രണഭൂവിൽ ശഹീദാവുന്നേ ആലമാകെ ടിപ്പുവെന്നാൽ സലാമോതുന്നേ. ടിപ്പു പൊട്ടിത്തെറിച്ചു. എവിടെ എന്റെ തോക്ക്? പടവാളും ഇരട്ട തോക്കുമായി ടിപ്പു കുതിരപ്പുറത്ത് ചാടിക്കയറി. തന്റെ മുമ്പിൽ വരുന്ന ശത്രുക്കളെ ടിപ്പു അറിഞ്ഞുകൊണ്ട് മുന്നേറി. ഈ സമയം ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, ആയുധം തിരികെ വെച്ചാൽ ഞങ്ങൾ മാപ്പ് നൽകാൻ തയ്യാറാണ്. ഇത് കേട്ടതും ടിപ്പു ഒരു സിംഹത്തെ പോലെ അലറിക്കൊണ്ട് പറഞ്ഞു, ഇല്ലടാ, ഒരിക്കലും ഇല്ലടാ. ഭയന്ന് വിറക്കുന്ന 300 ജനങ്ങളിലേക്കാളും സ്വാധീനമുള്ള ദിനമാണ് ഇന്ന്. ഇത് കേട്ടതും കോട്ടയുടെ കുത്തനയിൽ നിന്ന് തുരതുരാ വെടിയുണ്ടകൾ വന്നുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിലൊന്ന് നമ്മുടെ ടിപ്പുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. ടിപ്പു നിലം പതിച്ചു. രക്തം പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. ഈ സമയം തന്റെ മുമ്പിൽ വരുന്ന ശത്രുക്കളെ ടിപ്പു അറിഞ്ഞുകൊണ്ട് മുന്നേറി. പെട്ടെന്ന് ഒരുത്തൻ കൊടുത്ത അമ്പ് മഹാനവറുകളുടെ കർണപുടത്തിലേക്ക് തുളച്ചു കയറി. അദ്ദേഹം അവിടെ വെച്ച് ഷഹീദായി. മഹിപ്പറ്റ പൊൻവിളക്ക ജനങ്ങളിൽ ഭരിച്ചുള്ള ധീരരെ കഥനങ്ങൾ നിർത്തിടുന്നേ ശരണമായി വിവരിച്ച ചരിത്രങ്ങളേറും സദാ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ നേരുന്നേ മഹിപ്പറ്റ പൊൻവിളക്ക ജനങ്ങളിൽ ഭരിച്ചുള്ള ധീരരെ കഥനങ്ങൾ നിർത്തിടുന്നേ ശരണമായി വിവരിച്ച ചരിത്രങ്ങളേറും സദാ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ നേരുന്നേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആ മഹാനവരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.